ശരത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, സാലി മുഹമ്മദ് പറഞ്ഞതുപോലെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ തൃശ്ശൂരിലെ ആംബുലൻസ് ഓപ്പറേഷനൊക്കെ നമുക്കറിയാം. അതൊക്കെ പിന്നീടാണ് സമൂഹത്തിന് ബോധ്യമായത് യഥാർത്ഥത്തിൽ. അപ്പോഴത്തേക്ക് കുറേ സമയം കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അത് പ്രചരിപ്പിക്കാൻ ഉള്ള ഒരു മാധ്യമ ജാഗ്രത നമ്മൾ കാട്ടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അടിവരേണ്ടത്. മാത്രമല്ല, ഇങ്ങനെ പോലീസിൻ്റെ ഈ നടപടികളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനാൽ നിയന്ത്രിതമാണെന്ന് ഈ രക്തൻ കേൾക്കർ പോലും പറയുന്നതിന് മുമ്പേ അറിയാവുന്നവരാണ് ഈ കമൻറ്റുകളൊക്കെ ഇടുന്നത്. നേരത്തെ ശരത്ത് വായിച്ച കമൻറ്റിൻ്റെ ഉപജ്ഞാതാക്കൾ അടക്കമുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ ഡെലിബറേറ്റായി ഒരു ആക്ഷൻ ഉണ്ടാക്കുകയാണ് അല്ലേ ശരത്ത്? അതെ, അതുകൊണ്ടാണിത് നമ്മൾ നേരിട്ട് ഇക്കാര്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ ജനങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. അത് കേരളത്തെ കൂടുതൽ വർഗീയത പടർന്ന ഒരു സ്റ്റേറ്റാക്കി മാറ്റാതിരിക്കണം, മതനിരപേക്ഷ നാടായി നിൽക്കണം. അപ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാചകത്തിലേക്ക് മടങ്ങി വരികയാണ്, കേരളത്തിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരും മതനിരപേക്ഷവാദികളും വളരെ ജാഗ്രതയോടെ പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു, അതിൽ പ്രയോഗം അതാണ്, കൂട്ടുകൃഷി. നേരത്തെ പറഞ്ഞ പോലെ RSSുമായി സമീകരിക്കാൻ, CPM-നെയും ഇടതുപക്ഷത്തെയും സമീകരിക്കാൻ, പിണറായിയെയും മോഡിയെയും തോളോട് തോൾ ചേർത്ത് വെക്കാനുള്ള വലിയ വ്യഗ്രതയോടുള്ള താരതമ്യങ്ങളുടെ ഒരു വലിയ പ്രചാരണം, ഒരു ദുഷ്പ്രചാരണം, ഒരു കുപ്രചാരണം നടക്കുന്ന നാടായി കേരളം. അതിൽ ഒരു വിഭാഗം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. മുമ്പ് ഞാനൊരു FB പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്നുകൂടി കണ്ടൊരു വീഡിയോ പറയാം. കേരളത്തിലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ, കേരളത്തിനും പുറത്ത് മാധ്യമ ജീവിതം ജോലി ചെയ്യുന്ന ഒരാളാണ്. കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധനെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അറിയാം. അദ്ദേഹം ഇതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ ഒരു മാധ്യമ പ്രവർത്തകന് പോലീസിൻ്റെ നോട്ടീസ് പോയപ്പോൾ ഇതുപോലെ തന്നെ ഇതൊരു പോലീസ് സ്റ്റേറ്റായി 10 വർഷം കൊണ്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെയധികം അസ്വസ്ഥനായി അല്ലെങ്കിൽ കടുത്ത വിമർശകനായി മാറുന്ന ഒരു വീഡിയോ. ഇതൊക്കെ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിതേക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവം? അപ്പോഴാണ് മുമ്പ് പറഞ്ഞ കൂട്ടുകൃഷി FB പോസ്റ്റ് മനസ്സിൽപ്പെട്ടത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും കൃത്യമായി ഇത് അവിശ്വസനീയമാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. ഇത് പറയുമ്പോൾ ഒരനുഭവം കൂടി പറയാം അജിംഷാദ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി, മാധ്യമ കവറേജിൻ്റെ ഭാഗമായി പൂരം നടക്കുമ്പോൾ ഞാൻ തൃശ്ശൂരുള്ള സമയമാണ്. തലേന്ന് റവന്യൂ മന്ത്രി കെ രാജൻ, തൃശ്ശൂരുകാരനാണ്, അതിൻ്റെ ചുമതലക്കാരനാണ്, എന്നോട് ഉച്ചയ്ക്ക് കെ രാജൻ മന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പൂരം വലിയ ബുദ്ധിമുട്ടേറിയതാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. നമ്മൾക്ക് ഇൻ ദ സെൻസ് സർക്കാരിന് കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, പോലീസിനോടടക്കം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. പലതരം പ്രചരണമുണ്ട്, പല രൂപത്തിലും പൂരത്തിനുമേൽ പല ശ്രമങ്ങളും ഉണ്ടാകും, വിവാദമുണ്ടാകും. അതെ. അപ്പോൾ അതുകൊണ്ട് കെ രാജൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും ഒക്കെ പറഞ്ഞു, അലിവേറിയ സമീപനമേ ഈ പൂരത്തോടും പൂരപ്രേമികളോടും എടുക്കാവൂ എന്ന് അദ്ദേഹത്തിന് സാധ്യമാകുന്ന വിധത്തിലൊക്കെ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഇവരോടും പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇതേ സാഹചര്യമല്ലേ തെരഞ്ഞെടുപ്പ് കാലം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പോലീസിലും മറ്റുമുള്ള നിയന്ത്രണം, നേരത്തെ സ്വരാജ് ചോദിച്ചില്ല, ഇപ്പോഴൊരു സ്ഥലം മാറ്റം നടത്താൻ കഴിയുമോ? കഴിയില്ല സംസ്ഥാന സർക്കാരിന്. അപ്പോൾ ചീഫ് സെക്രട്ടറിക്കല്ല ഇവരുടെ ചുമതല എന്ന സാഹചര്യം നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണത്തിലൂടെ നമുക്ക് വരുന്നു. പോലീസ് ഏജൻസി എന്ന നിലയിൽ അവരോട് പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കേസിൽ വിമർശന വിധേയമായതുകൊണ്ടാണ്. ആ കേസിനപ്പുറം നിരവധി കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കാൻ ഒരു ഏജൻസി എന്ന നിലയിൽ പോലീസ് നിർബന്ധിതമാണ്, ചെയ്യേണ്ടതുമാണ്. അതിനകത്ത് ഏതെങ്കിലും അപാകതയില്ല. പക്ഷേ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ അവിടെ നിന്ന് ചാരി സംസ്ഥാന സർക്കാരിൻ്റെ ചുമലിൽ വെക്കാനുള്ള ഒരു പരിശ്രമം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് ആ നിലയിലൊരു വിവാദത്തെ വളർത്തിയെടുക്കുന്നതിൽ അക്കൂട്ടർക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അതേ പാതയിൽ ഇതിനും ഒരു സാധ്യത തേടൽ നടന്നു. അതിൻ്റെ ആദ്യ പരിശ്രമങ്ങൾ വന്നു. അപ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടണം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ്. പക്ഷേ അവിടെ കാര്യങ്ങൾ വ്യക്തമായി വന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടിയാണ് ആ പൂരത്തിൻ്റെ വിവാദത്തിൻ്റെ ഛായയിൽ അല്ലെങ്കിൽ ആ ചുവട് പിടിച്ച് ഒരു പുതിയ വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ, കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ രൂപപ്പെടുത്താം എന്നതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. കേവലം ഒരു വാർത്തയായി പാസ് ചെയ്തു പോകാതെ. മറ്റൊന്നുകൂടിയുണ്ട് അജിംഷാദ്. ഇപ്പോൾ BJP ഡീൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. അതും വലിയ തോതിൽ അവർക്ക് തിരിച്ചടിയാകുന്ന നില വരുന്നു. ഇപ്പോൾ പാലക്കാട് നോക്കിയാൽ UDFിൻ്റെ ഒരു സാഹചര്യം നോക്കൂ. പാലക്കാട് പല കാരണങ്ങൾ കൊണ്ടും UDF ദുർബലമാകുന്ന സാഹചര്യം നിൽക്കുന്നു. അവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി BJPയെ പ്രതിരോധിക്കുന്നതിലെ ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിലെത്തിയ യാഥാർത്ഥ്യം. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഈ സംഘ് പരിവാർ RSS പ്രീണനത്തിൻ്റെ
2006 ആ ചിത്രവും അനുഭവം മനക്കൽപ്പടി സ്കൂളിലെ പരിപാടിയും ആ ചിത്രവും അതിൻ്റെ വസ്തുതയും ചോദിക്കുന്ന നില വരുന്നു. ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ ചർച്ച ചെയ്യുന്ന നില വന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രചാരണ രംഗത്ത് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രചാരണത്തിൻ്റെ രീതി, ആ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറേ കൂടി മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറയാം, പിന്നാലെ വാർത്തയിൽ വരും. ഇതേ ഉച്ചനേരത്ത് മുഖ്യമന്ത്രിയുടെ പേജിൽ കണ്ട ഒരു വീഡിയോ ഉണ്ട്, ഒരു റീലുണ്ട്. പതിവില്ലാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഒരു റീല് കാണാനിടയായി. അജിംഷാ, എന്താണെന്നറിയോ? അതായത് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വളരെ തെറ്റായ പ്രചാരണം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തി. ഇവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അത് SIR മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നു എന്ന് വീടാന്തരം കയറി ഇറങ്ങി മുസ്ലിം ലീഗുകാരും മറ്റും പ്രചരിപ്പിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ അതിന് തെളിവ് എവിടെ, സ്ത്രീകൾ തമ്മിലുള്ള സംസാരം അതിന് തെളിവ് എവിടെയെന്നൊരു അന്ന് ഒരാൾ ചോദിക്കുന്ന, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന നില വന്നപ്പോൾ മുഖ്യമന്ത്രി അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പേജിൽ നോക്കിയാൽ അറിയാം, ഈ തരം വീടാന്തരം കയറി ഇറങ്ങി പ്രചാരണം നടത്തുന്നതിൻ്റെ ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുന്ന പ്രവർത്തനമല്ലാതെ ഈ 10 വർഷക്കാലം കേരളത്തിൽ എന്താണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ SIR വരാൻ പോകുന്നു, നാട്ടിൽ നിന്ന് ഇവരെയൊക്കെ ഓടിക്കാൻ പോകുന്നു എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു ഒരു മർമറിംഗ് ക്യാമ്പയിൻ, അതിൻ്റെ തെളിവായി ഉള്ള വീഡിയോ വെച്ചുകൊണ്ട് അതിനെതിരായി മുഖ്യമന്ത്രി പറയുന്നതും വെച്ചുകൊണ്ടുള്ളൊരു റീല് മുഖ്യമന്ത്രി തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അങ്ങേയറ്റം അപകടകരമായ വിഘടനപരമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള വർഗീയത പടർത്തുന്ന വലിയ പ്രചാരണം നടക്കുമ്പോൾ അതിനെതിരായ ജാഗ്രത സമൂഹത്തിനുണ്ടായേ തീരൂ. അപ്പോൾ ഇത് ജനങ്ങളോട് പറയുക, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നോക്കൂ അജിംഷാദ്, വൈകുന്നേരം അടുപ്പ് കൂട്ടിയിടും പോലെ കൂട്ടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അതിൽ നിന്ന് ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി ഏതൊക്കെ തരത്തിൽ ഈ പ്രചാരണം വൈകുന്നേരവും നാളെ മുതൽ ഉണ്ടാകും എന്നതുകൂടി ഒന്ന് ആലോചിച്ചു. മാധ്യമപ്രവർത്തകരുടെ അനാലിസിസ് എന്ന മട്ടിൽ വരില്ലേ? ഇത്തരം അപഖ്യാതികളും അവധർമ്മതികളും ഒക്കെ കൊച്ചു വീഡിയോ ആയിട്ട് പ്രചരിക്കുകയല്ലേ? ഇത് കാണുന്ന മനുഷ്യരെന്താണ്, ഇതാണ് പരമമായ സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുന്നു. ഇതിന് പിന്നാലെ സത്യം പറയാൻ പോയാൽ ആര് കാണും, ആരറിയും, ആര് മനസ്സിലാക്കും? അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഒരു തോന്നൽ വന്നപ്പോൾ തന്നെ അതിനെ ചൂണ്ടിക്കാട്ടി അതിൻ്റെ സത്യവും വ്യക്തതയോടെ തന്നെ പ്രേക്ഷകരോട് പറയുക എന്ന ഒരു ശ്രമത്തിലേക്ക് നമ്മൾ നീങ്ങിയത്.